ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് റമദാൻ ബ്ലോഗ് 3 ആണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ടെറസിൻ്റെ മണ്ടയിലാട്ടോ. നിറയെ മാങ്ങ ഉണ്ടായി കിടക്കണു. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്നുള്ളത്. കാട്ടുമാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കിയതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല മഴയത്തേക്കാണ് കാണാനൊക്കത്തുള്ളൂ. കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ വരിവരിയായി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മതിയായ മഴയായിരിക്കുമല്ലോ. എന്തായാലും വൈകിട്ടുള്ള ഈ ഒരു മഴ ഈ നോമ്പ് കാലത്ത് ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് നേരെ കിച്ചണിൽ കയറാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ആ പണിയൊക്കെ തീർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെയാണ്. ദേ മഴ കഴിഞ്ഞ ദിവസം പെയ്തതിൻ്റെ വെള്ളം ദേ വാർക്കമണ്ടയിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. രാവിലെ തൊട്ട് മൂടിക്കെട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഈവനിങ് ആയി കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും, ഇടിയും ഉണ്ടാവും കേട്ടോ ചില സമയങ്ങളിലൊക്കെ. അങ്ങനെ തുണികളൊക്കെ ഓരോന്നായിട്ട് ഞാൻ പെറുക്കിയെടുക്കുന്നുണ്ട്. നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടിയതുകൊണ്ട് തന്നെ നേരെ കൊണ്ടുപോയി മടക്കി അങ്ങ് വെച്ചാൽ മതി. എൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതെ ഗൈസ്, എനിക്ക് പനിയാണ് കേട്ടോ. 2 ദിവസമായി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലും ഇല്ല. ഉള്ളതിട്ട് എഡിറ്റ് ചെയ്തിടാൻ പറ്റണ്ടേ, അതും ഇല്ല. ഫോണിലോട്ട് നോക്കിയിരിക്കുമ്പോഴേക്ക് തുമ്മലാണ്. തുമ്മലാട്ട സഹിക്കാൻ വയ്യാത്ത. അങ്ങനെ തുണികളൊക്കെ എടുത്ത് ഞാൻ നേരെ അടുത്ത പണിയിലോട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ അവസ്ഥ? ഞാൻ അതേ സ്പീഡ് കൂട്ടിയിട്ടേക്കണേ കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത ക്ലീനിങ് പരിപാടിയിലോട്ട് വന്നേക്കാണ്. നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് തുടച്ചും കൂടെ എടുത്തില്ല ഒരു സമാധാനമില്ല. എത്ര വയ്യെങ്കിലും ഇതൊക്കെ അങ്ങനെ അങ്ങ് ചെയ്തു പോകും കേട്ടോ. ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും. എന്നാലും വേണ്ടെന്ന് ആലോചിച്ചിരുന്നാലും ചെയ്തിട്ടേ ഞാൻ അടുത്ത പരിപാടിയിലോട്ട് പോകത്തുള്ളൂ. എന്തോ അങ്ങനെ ആയിപ്പോയി. സ്പീഡ് കൂട്ടി ഇട്ടേക്കുന്നതാണ്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പയ്യാണ് ചെയ്യുന്നത്. എനിക്ക് വയ്യായിരുന്നു. പെരോടക്കലൊക്കെ നല്ല നൈസായിട്ട് അതിലങ്ങ് നടക്കുന്നുണ്ട്. സോയിക്കുട്ടി പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. സോയുടെ രാവിലത്തെ ബഹളം തന്നെ അതിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവക്കടെ ഫുഡും വെള്ളവും ആ കൂടും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി അവിടെ ഇരുന്ന് വൈകുന്നേരം വരെ ഇരിക്കണേന് ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചു നേരം കാഴ്ചയൊക്കെ കാണും, കുറച്ചു നേരം കൂടിൻ്റെ അകത്ത് കയറിന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് അവൾ വൈകുന്നേരമൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു കുളിയും പാസ്സാക്കും. ഇത് നമുക്ക് പനിയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. നല്ലൊരു കുളിയും കൂടെ പാസ്സാക്കിയപ്പോൾ ശുഭം. അന്നത്തെ ദിവസം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് ഈ തുമ്മലും ജലദോഷവും ഒക്കെ ആയിട്ട് കേട്ടോ. പിന്നെ അതങ്ങോട്ട് പനിയായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ എവിടം വരെ എത്തി? അങ്ങനെ നമ്മൾ നോമ്പിനുള്ള പരിപാടികളൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. കറണ്ട് ഇങ്ങനെ പോയും വന്ന് നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ പണിയാണല്ലോ പഠിച്ചോനെ. അത് ഇപ്പോഴും കറണ്ട് ഇല്ല കേട്ടോ. അങ്ങനെ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി നല്ലപോലെ സെറ്റാക്കി എടുത്ത് ബോൾസൊക്കെ ആക്കി അത് പരത്തി ഇതേ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി പത്തിരിയുടെ പണി കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി. അപ്പോഴേക്കും കറണ്ട് വരുമെന്ന് വിചാരിക്കാം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇടയിലൂടെ എത്ര പണികൾ ഞാൻ ചെയ്യുന്ന കുഞ്ഞു പണികളൊക്കെ. ഇതിപ്പോൾ കറണ്ട് ഇല്ലാഞ്ഞിട്ട് ഒന്നിനും വയ്യടോ. നമ്മുടെ കിച്ചണിൽ ഫുൾ ടൈം ലൈറ്റ് വേണം കേട്ടോ. ഒട്ടും തന്നെ വെട്ടമില്ല. അതുകൊണ്ട് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കിച്ചണിലുള്ള പരിപാടിയൊക്കെ നല്ല പാടാണ്. അങ്ങനെ പത്തിരിയുടെ പരിപാടിയൊക്കെ എൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വരും പോകും അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്നും പതിവ് പോലെ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സമൂസ ഷീറ്റ് ഇങ്ങനെ അധികം ഇരിക്കുമ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ സമൂസ ഉണ്ടാക്കുക, അത്ര തന്നെ. അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തു, ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഏകദേശം പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോൾ കുറച്ചധികം ആപ്പിൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക്. അപ്പോൾ ഞാൻ ആപ്പിളൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് അത് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് നേരെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വേണ്ടി വെക്കാം. എന്തായാലും സമയം ആയിക്കൊണ്ടിരിക്കണു. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിയിലോട്ടൊക്കെ ഇങ്ങോട്ട് പോകാം. അങ്ങനെ സമൂസ ഷീറ്റ് എടുത്ത് അതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ പാത്രം ഖാലിയാക്കി വെച്ചിട്ടുണ്ട് ഗീസ്. അങ്ങനെ അതൊക്കെ ഓരോന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മുട്ടക്കറിക്കുള്ള പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. കറണ്ടാണെങ്കിൽ പോകുന്നു വരണു ഇത് തന്നെ കേട്ടോ. ഒരു 10 മിനിറ്റ് നിന്ന് തരണില്ല. അതുകൊണ്ട് മുട്ട പുഴുങ്ങാതെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുള്ള കറി അതങ്ങനെ പെട്ടെന്ന് തന്നെ സെറ്റാക്കി അടിപൊളിയായിരുന്നു കേട്ടോ. പത്തിരിയുടെ ഒപ്പം കഴിക്കാൻ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇന്നിപ്പോൾ വേറെ സ്നാക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കാത്തത് കൊണ്ട് സമൂസ കുറച്ച് അധികം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് ടേബിളിൻ്റെ മണ്ടേ കൊണ്ട് വയ്ക്കാം. സമയം പോകണമെന്ന് ഓർത്തുകൊണ്ട് ബാക്കിയുള്ള പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ ചെയ്തതാണ്. പക്ഷേ അപ്പോഴേക്കും ഒരു കോള്, പള്ളിയിൽ നോമ്പുതറിയുണ്ട്, ഫുഡും ഉണ്ട്. അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയി നോമ്പ് തുറന്നു കേട്ടോ. പിന്നെ വരുന്ന സമയം ഒരു 9 മണി 9:30 ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും കേട്ടോ. പിന്നെ സുഹേലിനുള്ള ഫുഡാണ് ഞാൻ പാക്ക് ചെയ്തത്. അങ്ങനെ സുഹേലിനുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. ഈ സമയത്തായിരിക്കും ഞാനും കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പത്തിരിയും തേങ്ങാപ്പാലും ചിക്കൻ കറിയും കുറച്ച് മുട്ടക്കറിയും എല്ലാം കൂടെ കൂട്ടി നമ്മൾ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വെള്ള കവറൊക്കെ ഇട്ട് മൂടി വെച്ചേക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ, മെഷീനാണ് കേട്ടോ. ടേബിളിൻ്റെ മണ്ടയിൽ ആ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിശാലമായി നമുക്ക് ഇരുന്ന് തയ്ക്കാം. അതുപോലെ തന്നെ അവിടെ നിന്ന് പ്ലഗ് കുത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. ഇതായിരിക്കുന്ന നൂലിൻ്റെ പാത്രമാണ്. അപ്പോൾ അതൊക്കെ ആരും മെയിൻ ചെയ്യേണ്ട ഗീസ്. പിന്നെ നമ്മുടെ കസേരകൾക്കൊക്കെ ഇങ്ങനെ ഒരു കവർ ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ സോയിക്കുട്ടി നല്ല കുട്ടിയായതുകൊണ്ടാണ്. നല്ല മുടിക്കാണ് അവൾ, മുടിക്കി. ദിവാങ്കോട്ടിൻ്റെ സൈഡൊക്കെ കണ്ടാൽ മതി അവിടെ നഖം വെച്ച് മാന്തി ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ടേബിൾ വാങ്ങിയ സമയത്ത് ഈ ഒരു കസേരയുടെ കവറൊന്നും അന്നേ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എത്ര വർഷമായി എന്തോ. അത് കാരണം കൊണ്ടാണ് കസേരയൊക്കെ ഇങ്ങനെ ഉടുപ്പിട്ടിരിക്കണേ. പിന്നെ എൻ്റെ ചൂട് പിടിക്കൽ യന്ത്രവും അവിടെ ഇരിക്കുന്നുണ്ട് ഗേസ്. ഇപ്പം പിന്നെ അതിനേ നേരമുള്ളൂ. അത് കാരണം കൊണ്ട് ടേബിളിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പയ്യായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. നേരെ പോയി കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ ബ്ലോഗായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.